ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാം. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ലടോ, ചപ്പാത്തിയുടെ കൂടെയും ദോശൻ്റെ കൂടെ ഒക്കെ പോകും കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ സൈഡിൽ ഒരു മുട്ട പൊരിച്ചതോ പിന്നെ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിപ്പത്തിനുള്ളതാണ്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സാമ്പാറൊക്കെ ഇതൊക്കെ അരിഞ്ഞെടുക്കൂലേ, അത് ഈ ഒരു പരുവത്തിന് ക്യൂബ്സ് ആയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ വെട്ടി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പൊ ദാണ്ടെ ഇതുപോലെ നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ആ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങല്ല അവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരണം, നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുവേ. അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ. ആ ഒരു സമയം നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ കുറച്ചധികം മല്ലിയില, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. പക്ഷെ ഞാൻ വെള്ളം ചേർക്കുന്നത് ഇത് കാണിച്ചിട്ടില്ല കേട്ടോ. ഒരല്പം മാത്രം വെള്ളം ചേർത്താണ് ഇതുപോലെ ക്രഷാക്കി എടുക്കണം. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ദാണ്ട് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ആ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റി വെക്കണം. അപ്പൊ ഞാനിത് എല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി കൊണ്ടുവരാവേ. ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകി വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടീസ്പൂൺ ഒക്കെ ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ഒന്ന് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ, അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. എനിക്ക് പനി പിടിച്ചിട്ട് 2 ദിവസമായി ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. പ്രത്യേകിച്ച് പനി പിടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനല്ലേ താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചധികം എരിവ് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ ആ കുരുമുളകിൻ്റെയൊക്കെ അളവൊക്കെ ഒന്ന് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി ഏതാണ്ട് ഇതുപോലെ എടുക്കണം. സവാളയൊക്കെ ഏതാണ്ട് ഇപ്പൊ കളർ മാറി വന്നത് കണ്ടോ. അപ്പൊ ആ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ വഴറ്റി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ കുനുകുനാന്നൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ലപോലെ പേസ്റ്റ് ആക്കിയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചേർത്തിട്ട് ഈ തക്കാളിന്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇവിടെ ക്രഷ് ആക്കി വെച്ചിരുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ആ ഒരു പച്ചമണം, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെയും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പൊ ദാണ്ട പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതലായിട്ട്, എന്നാൽ 1/2 കപ്പ് എത്തിയിട്ടുമില്ല. അതേപോലെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട്
ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഗ്രേവി നല്ലപോലെ വേവുമ്പോഴേക്കും ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ ഗ്രേവിക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി നല്ലപോലെ തിളച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ തിളച്ച് വരണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി ആ ഒരു സമയം എത്തുമ്പോഴേക്കും നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അല്പം എരിവുണ്ട്, സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം വെച്ചും ചോറ് കഴിക്കാം. ചപ്പാത്തിയോടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടി മാത്രം 2 മിനിറ്റ്. അപ്പോൾ അതാണ്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എന്ന് കരുതി പനിയുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കാവൂ എന്നൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ വേണേലും ഉണ്ടാക്കാവൂ. കുറച്ച് എരിവൊക്കെ കുറച്ചുണ്ടാക്കിയാലും മതി. അപ്പോൾ അതാണ്ട് സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ എടുത്ത് വെച്ചോണ്ട് കഴിച്ചാൽ മതി. പിന്നെ ഒരു ആഡംബരത്തിന് ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.